ചിത്രശലഭം ചാനലിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ സിജി. കഴിഞ്ഞ ദിവസം റീജോ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ്, അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആയിരുന്നു. അപ്പോൾ നല്ലൊരു ചെറിയ രീതിയിലൊക്കെ ഒരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. മമ്മിയും റീജാട്ടിൻ്റെ അപ്പച്ചനും എൻ്റെ പപ്പയും അതുപോലെ ഞങ്ങളുടെ വലിയ തറവാട്ടിൽ അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഞങ്ങൾ ഇച്ചിരി ഭംഗിയാക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. കുറച്ച് ബലൂണൊക്കെ കണ്ടോ, അവിടെ ഇരുന്നിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ചിത്രശലഭത്തിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന റീജോ ഏട്ടനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടി നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. എല്ലാവരുടെയും ആശംസാഗാനത്തോടെ ഈ പരിപാടി ആരംഭിച്ചിരുന്നു. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഗോൾഡൻ ജൂബിലി ആനിവേഴ്സറി പൂർത്തീകരിച്ച അപ്പച്ചനും അമ്മച്ചിയും രണ്ടുപേരും തൊട്ടടുത്ത് ഉണ്ടായിരുന്നു. ആ സന്തോഷമാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയിലുണ്ട് ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടിയെ പോലെ ഫാദറിൻ്റെയും മദറിൻ്റെയും നടുക്കിരുന്നു കൊണ്ട് ഈ ഒരു കേക്ക് കട്ട് ചെയ്യുകയാണ്. മാതാപിതാക്കളുടെ കയ്യിൽ നിന്നുമുള്ള മധുരം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഒരു കുഞ്ഞായിട്ട് മാറുകയായിരുന്നു എന്ന് പലപ്പോഴും തോന്നിപ്പോയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു 50 വർഷത്തിനിടയിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കാം എല്ലാവരോടും ഒന്നിച്ചുകൊണ്ട് ഈ ഒരു കേക്ക് കട്ടിങ്. പല വർഷങ്ങളിലും ഞാൻ വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിച്ചുകൊണ്ട് ചെറിയൊരു പരിപാടിയായിട്ട് ഒതുക്കാറാണ് പതിവ്. അദ്ദേഹത്തിനൊരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പച്ചനും മമ്മിക്കും ഇടയിലിരുന്നു കൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്നതിൽ. നമുക്ക് ആ മുഖത്തെ ആ ചിരിയും സന്തോഷവും കണ്ടാലറിയാം. ഇങ്ങനെ ഒന്ന് ചിരിച്ച് ഇത്രയും ആകെ 10-12 പേരുള്ളൂ കേട്ടോ, എന്നാലും ഇങ്ങനെ ഒന്ന് സന്തോഷിച്ച് ഇങ്ങനെ ഒന്നിരുന്ന് ഇത്രയും സമയം ചെലവഴിച്ചത് കുടുംബത്തോടൊപ്പം ആദ്യമായിട്ടായിരിക്കാമെന്ന് തോന്നുന്നു. പരിപാടി ഉണ്ടാകാറുണ്ട്, എന്നാൽ തന്നെ ഇങ്ങനെ ഒത്തൊരുമിച്ചിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി, അത് ആ മുഖം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ സന്തോഷിച്ചുവെന്ന്. ആദ്യമായി റീജേട്ടൻ്റെ ഈ സന്തോഷം പങ്കിട്ടത് അമ്മയുടെ കയ്യിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കൊടുത്തപ്പോഴാണ്. ബർത്ത്ഡേക്കാരൻ ഇങ്ങോട്ടാണോ ഗിഫ്റ്റ് കൊടുക്കുന്നേ എന്ന് ചുറ്റുമുള്ളവർ ചോദിച്ചിരുന്നു. ഇന്നത്തെ ദിവസം അപ്പച്ചനും അമ്മച്ചിയുടെയും സ്പെഷ്യൽ ഡേ ആണ്. കാരണം മലയാള മാസം നോക്കുകയാണെങ്കിൽ ചിങ്ങത്തിലെ തിരുവോണ നാളിലാണ് റീജേട്ടൻ ജനിച്ചത്. അത് പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല എന്നാണ്, ഞാൻ വന്നതിന് ശേഷം 20 വർഷം ആവാനാണ് പോണേ ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട്. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ വന്നിട്ടില്ല. ഉത്രാടത്തിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, തിരുവോണമായിട്ട്, തിരുവോണത്തിൻ്റെ തലേ ദിവസം. ഇത് കണ്ടോ, ഇത് പേപ്പനും മാമിയാണ്, അവരുടെ വക ഗിഫ്റ്റ്. റീജേട്ടൻ വളരെയധികം സന്തോഷിച്ച ഈ ഒരു ദിനം ഒരിക്കലും മറക്കില്ല. എന്തായാലും ഈ കൊച്ചു വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് പ്രത്യേകം നന്ദി.